ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ദേ മീൻ പൊരിക്കാൻ പോവുമായിരുന്നു. അയിലയും കൊഴുവയായിരുന്നു എനിക്ക് കിട്ടിയത്. കൊഴുവ പീര പറ്റിച്ച്. ചോറ് കുക്കറിൽ കിടക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഇന്നൊരു കഥ പറയാനായിട്ടാണ് വന്നത്. ഒരു ക്രൂരനായ ഒരച്ഛൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരുടെ കാര്യമാണ്. അവൻ മൂത്തത് ചേട്ടനും രണ്ടാമത്തത് അനിയത്തിയുമാണ്. അപ്പോൾ അവരൊരു ദിവസം സ്കൂളിൽ പോകുമായിരുന്നു. സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി സ്കൂട്ടറിടിച്ച് കാല് പൊട്ടി പാൻറ്റ് കീറിയൊക്കെ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും പക്ഷെ വീട്ടിൽ പറയാൻ പേടിയാണ്. പാൻറ്റ് കീറിയതും കാല് പൊട്ടിയതൊന്നും വീട്ടിൽ പറഞ്ഞില്ല. അങ്ങനെ ഈ ആക്സിഡൻറ്റ് വന്ന കാര്യം വീട്ടിൽ പറഞ്ഞില്ല. വീട്ടിൽ പറയാതെ ഇരുന്നു. അങ്ങനെ വൈകിട്ടായപ്പോഴത്തേക്കും ആരോ ചെന്നു അവൻ്റെ പിതാവിനോട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയാണ് വണ്ടി മുട്ടി, അറിഞ്ഞില്ലായിരുന്നെന്നൊക്കെ ചോദിച്ചു. അയ്യോ, വീട്ടിൽ വന്ന പ്രശ്നവും ബഹളവും. എനിക്കിഷ്ടമല്ല ഇങ്ങനത്തെ അച്ഛന്മാരെ. ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ വീട്ടിലെ പിള്ളേർക്ക് അച്ഛനോട് അല്ലെങ്കിൽ പിതാവിനോട് പറയാനുള്ള ഒരു ധൈര്യം അത് ആ വീട്ടുകാർ കൊടുക്കണ്ടേ? അത് കൊടുക്കത്തില്ല. ആ പിള്ളേരുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ മോൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്കൂളിലും ഒന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെ ആ കൊച്ച് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഒരുപാട് അനുഭവിച്ചു ആ അച്ഛനെ കൊണ്ട് അല്ലെങ്കിൽ ആ പിതാവിനെ കൊണ്ട്. നിങ്ങൾക്കൊക്കെ ഉണ്ടോ ഇങ്ങനത്തെ അച്ഛന്മാർ? എനിക്കിഷ്ടമല്ല ഇങ്ങനത്തെ തെറ്റനായ ഒരു അച്ഛനെ. നമുക്ക് എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ അത് പറഞ്ഞ് ഇതാക്കാൻ പറ്റത്തില്ല, മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഉടനെ തന്നെ പ്രശ്നമാണ്. അപ്പോൾ ഓക്കെ, ബൈ, ശരി.